4 വർഷത്തെ കലാലയ ജീവിതം അവസാനിക്കാൻ ഇനി മാസങ്ങൾ മാത്രം. NSS വിൻ്റർ നൈറ്റ് ക്യാമ്പിൻ്റെ അവസാന ദിവസം. സന്ധ്യാവേലിൽ കുളിച്ചു തിളങ്ങി നിൽക്കുന്ന ആ സ്വർണ്ണബുദ്ധൻ്റെ പ്രതിമ നോക്കി കോളേജ് വരാന്തയിലൂടെ നടക്കുമ്പോഴും കെട്ടുകഥകളിൽ മാത്രം കേട്ടിട്ടുള്ള യക്ഷിക്കഥകളിലെ ഗായത്രിക്കുട്ടിയെ, അല്ല ഞങ്ങളുടെ ധാത്രിക്കുട്ടിയെ നേരിൽ കാണാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഒരു പെനിൻസുല പോലെ പുഞ്ചവയലുകളാൽ ചുറ്റപ്പെട്ടതായിരുന്നു ഞങ്ങളുടെ കോളേജ് ക്യാമ്പസ്. ചൂരപ്പൊയ്ക എന്നാണ് ആ സ്ഥലം അറിയപ്പെട്ടിരുന്നത്. നിറയെ തത്തകളും ദേശാടന കിളികളും വന്നുപോകുന്ന ആ വയലുകൾക്ക് നടുവിൽ തലയുയർത്തി നിൽക്കുന്ന എൻ്റെ കോളേജ്. വയലുകളിലൂടെയുള്ള ഒറ്റവഴിയിലൂടെയാണ് കോളേജിൻ്റെ പ്രധാന ഗേറ്റിലേക്ക് എത്തുന്നത്. അവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു വശത്തായി ഒരു ചെറിയ കാവും കാട് പിടിച്ച് കിടക്കുന്ന ഒരു മനയും കാണും. ഒറ്റ നോട്ടത്തിൽ അതൊരു യക്ഷിയമ്പലം പോലെ തോന്നും. ദിവസേന വിളക്ക് വെക്കാറുള്ള നാഗത്തറയ്ക്ക് ചുറ്റും പേരാലിൻ്റെ വേരുകൾ പടർന്നു കിടക്കുന്നത് കാണാം. അവിടേക്ക് അടുക്കുമ്പോൾ ചന്ദനത്തിൻ്റെയും മുല്ലപ്പൂവിൻ്റെയും കലർന്ന ഒരു പ്രത്യേക ഗന്ധമാണ് അനുഭവപ്പെടാറ്. അവിടേക്ക് പോകുന്നത് ഞങ്ങൾക്ക് വിലക്കായിരുന്നു. എന്തോ ദോഷമുണ്ടെന്ന് പറഞ്ഞ് സെക്യൂരിറ്റി ആദ്യം തന്നെ അങ്ങോട്ടേക്കുള്ള പോക്ക് വിലക്കിയിരുന്നു. എന്തായാലും അവിടെ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ പലപ്പോഴും ടീച്ചർമാരുടെ കണ്ണ് വെട്ടിച്ച് ഞങ്ങൾ അവിടേക്ക് പോയിരുന്നു. ആ മനയും കാവും എന്നെ വല്ലാതെ ആകർഷിച്ചിരുന്നു. ആ നാലുകെട്ടായിരുന്നു എല്ലാവരും താത്രിക്കുട്ടി എന്ന് വിളിച്ചിരുന്ന ഗായത്രിയുടെ വീട്. താത്രിക്കുട്ടി ആത്മഹത്യ ചെയ്തതാണെന്നും അവളുടെ ആത്മാവ് അവിടെ ഉണ്ടെന്നും പല പൂജകൾ ചെയ്തിട്ടും അവളെ ആവാഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവിടെ തന്നെ പ്രതിഷ്ഠിച്ച് പൂജിക്കുന്നുണ്ടെന്നും അവിടുത്തെ നാട്ടുകാർ പറഞ്ഞിരുന്നു. ഇതെല്ലാം ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാകാം കോളേജ് വിടുന്നതിന് മുൻപ് ആ മനയ്ക്കുള്ളിൽ കയറണമെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചത്. നൈറ്റ് ക്യാമ്പ് ആയതുകൊണ്ട് തന്നെ അന്ന് എല്ലാവരും രാത്രി വൈകിയും ഓഡിറ്റോറിയത്തിലുണ്ടായിരുന്നു. പാട്ടുകൾ പാടിയും കഥകൾ പറഞ്ഞും എല്ലാവരും സന്തോഷത്തിലായിരുന്നു. ഇതിനിടയിൽ മനോജ് സാറിൻ്റെ കണ്ണു വെട്ടിച്ച് മുങ്ങാൻ നോക്കിയെങ്കിലും നടന്നില്ല. ഇനി പാതിരാത്രി വരെ കാത്തിരിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. എല്ലാവരും ഉറങ്ങാനായി ഡോർമിറ്ററിയിലേക്ക് പോയി, ഒപ്പം ഞാനും. കിടന്നിട്ടും എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എങ്ങനെയെങ്കിലും ആ മനയ്ക്കുള്ളിൽ കയറണം, രാത്രി അവിടെ കിടന്നുറങ്ങണം. രാവിലെ എല്ലാവരോടും അവിടെ പ്രേതമോ യക്ഷിയോ ഒന്നും ഇല്ലെന്നും എല്ലാം വെറും കെട്ടുകഥകൾ മാത്രമാണെന്നും ഗമയോടെ പറയണം. ഏകദേശം 11:30 ഞാൻ മെല്ലെ എഴുന്നേറ്റ് പുറത്തിറങ്ങി. വരാന്തയിലൂടെ ഓഡിറ്റോറിയത്തിന് പിന്നിലേക്ക് നടക്കുമ്പോൾ അമാവാസി രാത്രിയുടെ കൂരിരുട്ട് മനസ്സിലേക്കും ഇറങ്ങി വരുന്നത് പോലെ എനിക്ക് തോന്നി. മൊബൈൽ ടോർച്ചിൻ്റെ നേരിയ വെളിച്ചത്തിൽ കാവ് ലക്ഷ്യമാക്കി ഞാൻ നടന്നു. കാവ് നടന്നു വേണം മനയുടെ മുറ്റത്തേക്ക് കയറാൻ. പേരാലിൻ്റെ വേരുകൾ വകഞ്ഞു മാറ്റി ഞാൻ മെല്ലെ മനയുടെ മുന്നിലെത്തി. നിലാവില്ലാത്തത് കൊണ്ട് തന്നെ ഇരുട്ടിന് കറുപ്പ് കൂടിയതുപോലെ തോന്നി. ഒട്ടും ഭയം തോന്നാതിരുന്നത് കൊണ്ട് തന്നെ വീണ്ടും അടുത്തേക്ക് പോകാൻ എനിക്ക് മടിയുണ്ടായില്ല. വർഷങ്ങളായി അടച്ചിട്ടിരുന്ന മനയായതുകൊണ്ട് തന്നെ മുറ്റം മുഴുവൻ കാട്ടുപുല്ലുകൾ നിറഞ്ഞിരുന്നു. മനയുടെ പടിക്കൽ കാലെടുത്ത് വെച്ചതും എൻ്റെ വലത്തെ തോളിൽ ഒരു ചൂട് ശ്വാസം വന്ന് പതിഞ്ഞു. ഞാൻ അറിയാതെ ഒന്ന് ഞെട്ടി. ഒപ്പം എൻ്റെ കാൽപ്പാടിന് തൊട്ടടുത്ത് മറ്റൊരു കാൽപ്പാട് കൂടി പ്രത്യക്ഷപ്പെട്ടു.